അതുപോലെ തന്നെ പുള്ളി വേറൊരു കാര്യം പറഞ്ഞു, ഈ ഊബറിന് ചില കള്ളത്തരങ്ങളുണ്ട്, ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇല്ലീഗലായിട്ടാണ്. അതായത് ഊബർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ട്. ഈ 10 വർഷം കൊണ്ടും നമ്മുടെ കേരള സർക്കാർ, അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്, ഇവരാരും അറിഞ്ഞില്ലേ ഈ ഊബർ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇല്ലീഗലാണെന്ന്? ശരി, അങ്ങനെ ഇല്ലീഗലാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബാൻ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ബാൻ ചെയ്യുന്നില്ല? കസ്റ്റമറിനും അതുപോലെ തന്നെ ഡ്രൈവറിനും സുരക്ഷിതത്വം ഊബർ കൊടുക്കുന്നില്ല. അതിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും ഡ്രൈവറിനും സേഫ്റ്റി ഇല്ല. അത് ഇല്ലീഗൽ ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ സാധനം ബാൻ ചെയ്യുന്നില്ല? എന്റെ ചോദ്യം അതാണ്. ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ലീഗലായിട്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സർക്കാരും ഇത് ബാൻ ചെയ്യല്ലേ? ഗവൺമെന്റിന് ഒരു നിശ്ചിത ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന് കിട്ടുന്ന നികുതി പൈസ ലഭിക്കാതെയാണ് അല്ലെങ്കിൽ തരാതെയാണ് ഊബർ ഇവിടെ സർവീസ് നടത്തുന്നത് എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഊബർ എന്ന് പറഞ്ഞ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സി എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് ഞാൻ ഏകദേശം 5000-ന് മേളിൽ ഓൺലൈൻ ട്രിപ്പുകൾ എടുത്തിട്ടുള്ള ഒരു ഡ്രൈവറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഓരോ ട്രിപ്പിനും GST ടാക്സ് എന്ന് പറഞ്ഞൊരു നിശ്ചിത ശതമാനം തുക ഊബർ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നുണ്ട്. അത് ഓരോ ട്രിപ്പ് ഷീറ്റ്, ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും വേ ബില്ലിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആക്കിയപ്പോൾ നിങ്ങൾ എത്രയാണ് ഊബറിന്റെ സർവീസ് ചാർജ്, അതുപോലെ കമ്മീഷൻ, ഗവൺമെന്റിന് കൊടുക്കുന്ന ടാക്സ് എത്ര രൂപയാണെന്ന് കൃത്യമായിട്ട് കാണിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ടെന്നേ. അപ്പൊ ഇത് സർക്കാരിനല്ലേ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ വാങ്ങുന്നത്? പിന്നെ ഇത് ആരാണ് വാങ്ങുന്നത്? ഊബറാണോ വാങ്ങുന്നത്? അപ്പൊ ഈ വാങ്ങുന്ന പൈസയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ഈ പിടിക്കുന്ന പൈസ എങ്ങോട്ടാണ് പിന്നെ കൊണ്ടുപോകുന്നത്? ഇത് തികച്ചും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് ഞങ്ങളെപ്പോലെ ഓൺലൈൻ ടാക്സി ഓടുന്ന ഡ്രൈവർമാരൊക്കെ കൃത്യമായിട്ട് അറിയാം. ഇനി അതല്ല, നിങ്ങൾക്ക് ടാക്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നികുതി പൈസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കമ്പനി അറിയിക്കുന്നില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുന്നില്ല? ഇതൊന്നും ചെയ്യാതെ പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരെയും ഈ പറയുന്ന ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരെയും കൂടി തമ്മിലടിപ്പിക്കുന്ന ഒരു നിലപാടെടുക്കാതെ കൃത്യമായിട്ട് സുതാര്യമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഗട്സ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കാണിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞങ്ങളെപ്പോലുള്ള ഡ്രൈവർമാർ ഈ പറയുന്ന ഊബർ എന്ന് പറയുന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അത് കമ്പനിയുടെ കുറ്റമല്ലേ? അത് കമ്പനിയുടെ കുറ്റമല്ലേ? ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങൾ ഇത്രയും ടാക്സും ഇൻഷുറൻസും, ഒരു ലോക്കൽ ടാക്സി, അതായത് ഒരു പരമ്പരാഗത ടാക്സി ഡ്രൈവർ എങ്ങനെയാണോ ആ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ ടാക്സും GPS-ഉം ഈ പറയുന്ന ഫിറ്റ്നസും ഇൻഷുറൻസും എല്ലാം എടുത്തുകൊണ്ടാണ് നമ്മളും സർവീസ് നടത്തുന്നത്. അതും ഓൾ കേരള എവിടുന്നും നമുക്ക് ട്രിപ്പ് എടുക്കാനുള്ള അധികാരമുണ്ട്. ഹൈക്കോടതി 2017 ഹൈക്കോടതിയുടെ വ്യക്തമായ ഉത്തരവ് നമ്മുടെ കയ്യിൽ നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള യാതൊരുവിധമായ പ്രകോപനപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടാതെ ഇതിനൊരു നിയമ സംരക്ഷണം എന്തായാലും ഉടനെ